നല്ലൊരു ബീഫ് പള്ളിക്കറി റെസിപ്പി ആവട്ടെ ഇന്നത്തേത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സവാള, ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, മല്ലിയില ഒരു കൈപ്പിടി വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കുറച്ച് വിനീഗറും ആവശ്യത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കുക. അതേസമയം ഒരു പാൻ വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായി വറുത്തെടുക്കണം. വറുത്ത തേങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ബീഫൊക്കെ കുക്കായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് കുക്കായ ബീഫ് ഈ ഒരു റോസ്റ്റ് ചെയ്ത പൗഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ റോസ്റ്റ് ചെയ്ത തേങ്ങ കുറച്ചൊന്ന് പൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഒരു പൗഡർ പോലെ ഇരിക്കുന്നത്. എന്നിട്ട് ആ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ബീഫ് പള്ളിക്കറി റെഡി. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.